வந்து என்ன பண்றதுன்னு தெரியாம മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ ചിന്താധാരകളില് ആത്മീയതയ്ക്കുള്ള പ്രാധാന്യം വളരെ കൂടുതലാണ്. യഥാർത്ഥത്തില് ആത്മീയതയില്ലാത്ത ശാസ്ത്രം ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. ശാസ്ത്രമില്ലാത്ത ആത്മീയതയും ഭാരതത്തിൽ ഉണ്ടായിരുന്നിട്ടില്ല. ഭാരതത്തിൽ ഏതാണ്ട് ഏത് ആചാര വിചാര വിശ്വാസങ്ങൾ എടുത്താലും, സങ്കല്പങ്ങൾ എടുത്താലും, ഗ്രന്ഥങ്ങൾ എടുത്താലും, ചിന്താധാരകൾ എടുത്താലും, വീക്ഷണങ്ങൾ എടുത്താലും അവയിലെല്ലാം ആത്മീയതയുടെ അംശം കാണാതിരിക്കില്ല. അത് ദൈവം, ഈശ്വരൻ എന്ന രൂപത്തിലായിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പൊ ഭൂമിയെ ഭൂമിദേവിയായിട്ട് കാണുന്നതും, സൂര്യനെ ദേവനായിട്ട് കാണുന്നതും, വായുവിനെയും അഗ്നിയെയും ജീവാത്മാവിനെയും പരമാത്മാവിനെയും എല്ലാം കാണുന്നത് ഈശ്വരൻ എന്ന സങ്കല്പത്തിന് അതീതമായിട്ടാണ്. യഥാർത്ഥത്തില് എല്ലാ സങ്കല്പങ്ങൾ എടുത്താലും അവയിലെല്ലാം ഈ ഈശ്വര ചൈതന്യത്തിന്റെ വ്യത്യസ്ത പദങ്ങൾ ഉപയോഗിച്ച് അതിനകത്ത് വിവരണങ്ങൾ നൽകാറുണ്ട്. നമ്മള് കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും വിവരിക്കാറുള്ളത് ഭാരതീയ ഈശ്വര സങ്കല്പത്തെ കുറിച്ചാണ്. ആത്മീയത മാത്രമല്ല, പ്യുവർ സ്പിരിച്വാലിറ്റി അല്ല, ഇന്ത്യൻ കൺസെപ്റ്റ് ഓഫ് ഗോഡ്, ഈശ്വര സങ്കല്പത്തെ കുറിച്ചാണ് നമ്മൾ വിവരിക്കുക. നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മളുടെ ദേവതാ സങ്കല്പം, ബ്രഹ്മസങ്കല്പം, സഗുണബ്രഹ്മം, നിർഗുണബ്രഹ്മം, എന്നിട്ട് അതുപോലെ നിന്ന് പ്രപഞ്ച പുരുഷ ചൈതന്യം, മഹാമായ സങ്കല്പം, പ്രകൃതി ദേവി സങ്കല്പം, ത്രിമൂർത്തി സങ്കല്പം, ത്രിശക്തി സങ്കല്പം, ഇങ്ങനെ ഓരോന്നും വിവരിച്ച് കഴിഞ്ഞ ഏതാണ്ട് 3 വർഷങ്ങളായി നമ്മളെല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും ഭാരതീയ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് ഇങ്ങനെ വിവരിക്കാം. കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് നമ്മൾ എന്താ വിവരിച്ചുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായ അവതാരങ്ങളെ കുറിച്ചാണ്. ആ അവതാരങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ വിവരിച്ചത് വരാഹാവതാരത്തെ കുറിച്ചാണ്. മത്സ്യാവതാരം, ജീവൻ ആദ്യം ഉത്ഭവിച്ചത് ജലത്തിലാണ്. എത്രയോ മന്വന്തരങ്ങൾക്ക് മുമ്പാണ് അത് സംഭവിച്ചത്. അപ്പൊ ജീവന്റെ ഉത്ഭവം ജലത്തിലാണ് എന്ന് നമ്മളെ സയന്റിഫിക്കലി വിവരിച്ച് കാണിച്ചു തരുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു സങ്കല്പത്തിന്റെ പരമ്പരയിലെ ആദ്യ ഭാഗമാണ് പ്രപഞ്ച ചൈതന്യം എന്ന് നമ്മൾ പറയുന്ന പ്രപഞ്ച പുരുഷ ചൈതന്യം എന്നും പറയാറുള്ള മഹാവിഷ്ണു തന്നെ ഒരംശം മത്സ്യമായിട്ട് അറിവ് ശേഖരിക്കാനായിട്ട് പോയി എന്ന് പറയാം. വേദത്തെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വേദം എന്ന വാക്കിന്റെ അർത്ഥം അറിവ്. അപ്പോ എല്ലാ സസ്യലതാദികളിലും അന്തർലീനമായിരിക്കുന്ന അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഭിന്നമായ കുറെ കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു അവയർനെസ്സും കോൺഷ്യസ്നെസ്സുമാണ് ജീവികളില് ജന്തു വിഭാഗത്തിൽ പെടുന്നവയ്ക്കുള്ളത്. മത്സ്യം മുതൽക്ക് ഇങ്ങോട്ട് ഉള്ള എല്ലാ ജന്തുക്കളിലുമുള്ളത്. ചെടികൾക്ക് അതിനതിന് ഇഷ്ടമുള്ളതിനൊന്നും ചെയ്യാനുള്ള അവസരമില്ല, അവകാശമില്ല. പക്ഷേ ജന്തുക്കൾക്കെല്ലാം അവയവയ്ക്ക് ഉപയുക്തമായ രീതിയിൽ ഇരയും ഇണയും അന്വേഷിച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള, സന്തോഷം തോന്നുന്ന അന്തരീക്ഷത്തില് ജീവിക്കാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അറിവ് കൊടുത്തിട്ടുണ്ട്. ആ അറിവാണ് യഥാർത്ഥത്തിൽ വേദത്തെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് കൊണ്ട്
ഉദ്ദേശിച്ചത്. മത്സ്യാവതാരത്തിന്റെ ഉദ്ദേശവും ജീവന്റെ ഉത്ഭവം ജലത്തില് മത്സ്യത്തിന്റെ രൂപത്തില് ആരംഭിച്ചു. അതിലെല്ലാ കടൽ ജീവികളും പെടുന്നുണ്ടാവും, കരജീവികള് അതിൽ നിന്ന് പരിണമിച്ച് ഉണ്ടായി എന്ന് പറയാം. അപ്പൊ മത്സ്യാവതാരത്തിൽ നിന്ന് മഹാവിഷ്ണുവിന്റെ അവതാരം കൂർമാവതാരത്തിലേക്ക് വന്നു. കൂർമാവതാരം എന്ന് വെച്ചാൽ എന്താ? ജലത്തിൽ മാത്രം ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവി പരിണമിച്ച് കാലം കുറേ കഴിഞ്ഞ് അത് കൂർമ്മമായി ഈ പ്രപഞ്ചത്തിലെ റൊട്ടേഷനും റെവല്യൂഷനും എല്ലാം നടന്ന് ആസുരീക ശക്തികളും ദൈവിക ശക്തികളും എന്ന് പറയുന്ന നെഗറ്റീവ് ഫോഴ്സസും പോസിറ്റീവ് ഫോഴ്സസും ഇന്ററാക്ട് ചെയ്ത് ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിനെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വിധത്തില് ഒരു പർവ്വതം തന്നെ കറക്കിയിട്ട് അതിന് ആധാരമായ ഒരു സപ്പോർട്ടായിട്ട് ഈ ആമ അഥവാ കൂർമ്മം വർത്തിച്ചു എന്നാ പറയാ. അത് മഹാവിഷ്ണുവിന്റെ അവതാരമായ കൂർമ്മം. ഇത് പ്രപഞ്ച ചൈതന്യത്തിന്റെ തന്നെ പാർട്ടിസിപ്പേഷനോട് കൂടിയാണ്, പ്രപഞ്ചത്തിന്റെ തന്നെ ഭാഗമായിട്ടുള്ള ഈ പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സസ് ഇന്ററാക്ട് ചെയ്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പലതിൻ്റെയും ഉത്ഭവം, പലതും ഉത്ഭവിച്ചത് ഈ ഒരു പ്രക്രിയയിലൂടെയാണ് എന്ന് നമ്മുടെ വിഷ്ണു പുരാണം, അതേപോലെ ബ്രഹ്മാണ്ഡ പുരാണം, പത്മപുരാണം, കൂർമ്മപുരാണം വളരെ വ്യക്തമായിട്ട് വിവരിക്കുന്നു. ഒരു പുസ്തകമല്ല, 4-5 പുസ്തകങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിവരിക്കുന്നു. അപ്പൊ ആ കൂർമ്മത്തിൽ നിന്ന് ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ഒരു ജീവിയിൽ നിന്ന് വീണ്ടും പരിണമിച്ചിട്ടാണ് ഇന്ന് അറിയപ്പെടുന്നതില് ഏറ്റവും പ്രാകൃതം എന്ന് പറയാവുന്ന വരാഹം എന്ന അവതാരത്തിലേക്ക് മാറിയത്, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തത്, അല്ലെങ്കിൽ ഇവോൾവ് ചെയ്ത് എവല്യൂഷൻ ഉണ്ടായത്. ആ വരാഹ അവതാരം കരയിൽ മാത്രം ജീവിക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ഒരു ജീവിയാണ്. പ്ലസ് ആസുരീക ശക്തികളിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനാണ് യഥാർത്ഥത്തിൽ വരാഹാവതാരം ഉണ്ടായതെന്നാണ് പറയുന്നത്. ഈ ആസുരീക ശക്തികൾ, നെഗറ്റീവുകളിൽ നിന്ന് കൺസ്ട്രക്റ്റീവായിട്ടുള്ള പോസിറ്റീവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ചേഞ്ച് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇതിനെക്കുറിച്ച് അടുത്ത അവതാരത്തിലേക്ക് നമ്മൾ വിവരണം കടക്കുമ്പോൾ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വിനീത പ്രണാമം. നമസ്കാരം.